അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം വിവാഹം കഴിഞ്ഞവരാകട്ടെ, ഇനി കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാകട്ടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കം, സൗന്ദര്യ പിണക്കം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരു സമയമാണ് ഇപ്പൊ അല്ലേ? അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം തന്നെ ആയിരിക്കാം. രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ സമയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ല. ഭാര്യയ്ക്കാണെങ്കിൽ വീട്ടിലെ ജോലി, മക്കളുടെ കാര്യങ്ങൾ, അങ്ങനെ പലമാതിരി കാര്യങ്ങളാണ്. ഭർത്താവിനാണെങ്കിൽ രാവിലെ എണീറ്റ് പോകുന്നു, ജോലിക്ക് പോകുന്നു, വന്നിട്ട് ഫുഡ് കഴിക്കുന്നു, ഫോണിനകത്തിരിക്കുന്നു, ആ ജോലി, പിന്നെ കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംസാരിക്കാനുള്ള സമയം കണ്ടെത്താറില്ല. നമ്മുടെ ഒരു വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം കമ്മ്യൂണിക്കേഷൻ കുറവുകൊണ്ടാണ്. ഇപ്പം ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഭാര്യ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക. എന്നിട്ടും നമ്മുടെ വഴുതിക്ക് നമ്മുടെ അടുത്ത് വരുന്നില്ല എങ്കിൽ പൊക്കോട്ടെ, നമുക്ക് വേണ്ട, നമുക്ക് വിധിച്ചിട്ടില്ല, നമ്മുടെ ആ ഭർത്താവിന് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. പിന്നെ നമ്മൾ പേടിച്ച് എൻ്റെ മക്കളെ ആര് നോക്കും, അങ്ങനെയൊക്കെയുള്ള പല പേടികളും കാണും. പിന്നെ ഞാൻ എവിടെ പോകും, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും കാണും. നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാൻ നോക്കും. അതിന്റെ ഒരു ആവശ്യവും ഇല്ല. നമ്മുടെ മക്കളെ നമ്മൾ നോക്കും. ഇപ്പം ഭർത്താവ് മരിച്ച ഭാര്യമാര്, അവര് മക്കളെ നോക്കുന്നില്ലേ? ഭർത്താവ് ഉണ്ടായിട്ടാണ്, അവര് മക്കളെ നോക്കുന്നില്ലേ? അതിലും നല്ലതുപോലെ നമ്മൾ നോക്കും. ഭർത്താവ് ഉണ്ടായിട്ടും നമ്മൾ നമ്മുടെ മക്കളെ അതിലും നല്ലതുപോലെ നമുക്ക് നോക്കാൻ കഴിയും. ചില വീടുകളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് ഒരു 4-5 വർഷത്തോളം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കും. പിന്നീട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, മക്കളുമായിട്ട് ഒരുമിച്ചൊക്കെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെ ഒരു 5 വർഷത്തോളം നല്ല രീതിയിൽ പോകുന്നു. പിന്നീട് അങ്ങോട്ട് ഭർത്താവിന് ഭാര്യ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ നോക്കുന്നില്ല, മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള പല വീടുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ തെറ്റ് വരുവാണെങ്കിൽ നമ്മൾ അവരെ മൈൻഡാക്കുകയേ വേണ്ട. നമുക്ക് നമ്മുടെ മക്കളുള്ളവരാണെങ്കിലും മക്കളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നീടുള്ളതാണ് കുക്കിങ്. കുക്കിംഗ് ഒക്കെ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ലേ, കുക്കിങ്. അതിലോട്ട് നമ്മൾ കൂടുതൽ ചിന്ത കൊടുക്കുക. ഭർത്താവ് എന്നുള്ളൊരു വിഷയം അവിടെ വെച്ചങ്ങ് കളയുക. അവര് നമ്മളെ മൈൻഡ് ആക്കുന്നുണ്ടെങ്കിൽ നമ്മളും അവരെ മൈൻഡ് ആക്കണ്ട, അത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. കുക്കിങ്, ഗാർഡനിങ്, പൂന്തോട്ടങ്ങൾ നോക്കി പരിപാലിക്കുന്നത്, പിന്നെ നമ്മുടെ ബന്ധങ്ങൾ, ഭർത്താവ് കാരണം നമുക്ക് ബന്ധങ്ങളൊക്കെ പലതും മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ നമ്മൾ പുതുക്കിയെടുക്കാൻ ശ്രമിക്കുക. ഉള്ള ബന്ധങ്ങൾ നല്ലതുപോലെ കൊണ്ടുപോകാൻ കൊടുക്കും. പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് ആദ്യം വേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തന്നെ റെസ്പെക്റ്റ് ചെയ്യുക. നമുക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലെ കഴിവുകളൊക്കെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും. ഭർത്താവ് മിണ്ടുന്നില്ലെങ്കിൽ വേണ്ട, അവര് നമ്മുടെ അടുത്ത് മിണ്ടണ്ട, നമ്മളും മിണ്ടുന്നില്ല, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവര് മിണ്ടാത്തതിന് പല കാരണങ്ങൾ കാണും. നമ്മളെ ആരോഗ്യം നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ശരീരം നമ്മളിപ്പോ വണ്ണം വെച്ചാണെങ്കിൽ കുറച്ച് മെലിയാനൊക്കെ നോക്കണം. ചില സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, എന്റെ ഭർത്താവ് എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് എന്റെ ശരീരം ഞാൻ നോക്കുന്നതെന്ന്. ചിലപ്പോ പിന്നീട് ആ ശരീരം ഭംഗി കൊണ്ട് നമ്മുടെ ഭർത്താവ് നമ്മുടെ അടുത്ത് വന്നു കൊള്ളണം എന്നുണ്ട്. അത് കണ്ട് ചിലപ്പം വരണം എന്നുള്ളൊരവസ്ഥയുണ്ട്. അങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ശരീരം നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നല്ല ഫുഡ് കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. നമ്മൾ ഭർത്താവ് വീട്ടിലുള്ള സമയം നമ്മൾ നല്ല വസ്ത്രം ധരിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നല്ലതുപോലെ കുളിച്ചൊരുങ്ങി ഇരിക്കാനും ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഈ കല്യാണം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതൊരു മഹത്വമായ സംഭവമാണ് കേട്ടോ. നമ്മുടെ ഇസ്ലാമിൽ ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. കെട്ടിയ പെണ്ണിന് നമ്മൾ ഭർത്താവ്, ഒരു പുരുഷൻ കെട്ടിയ ഒരു പെണ്ണിന് വാല്യൂ കൊടുക്കുക. അവിടെ വാല്യൂ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കളയാൻ പാടില്ല. അവൾ അടുക്കളയിൽ കിടക്കേണ്ടവളാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അവളെ വില കൽപ്പിക്കാതിരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ മക്കളെ
പ്രസവിച്ച് 10 മാസം വയറ്റില് കൊണ്ടുവന്ന് പ്രസവിച്ചതാണ് നമ്മുടെ ഭാര്യ. അതുകൊണ്ട് നമ്മൾ അവൾക്ക് വാല്യൂ കൊടുത്തേ പറ്റും. നമ്മളൊരു സ്ത്രീയെ പറ്റി ചിന്തിച്ച് നോക്കാതെ അറിയാൻ പറ്റൂല്ലേ? ആദ്യം ഒരു പെൺകുട്ടിയായിട്ട് വരുന്നു, പിന്നീട് ഒരു അനിയത്തി, ഒരു സഹോദരി ആവുന്നു, പിന്നീട് ഒരു ഭാര്യയാവുന്നു, ഉമ്മയാകുന്നു. അങ്ങനെ എന്ത് സ്റ്റേജിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത് അല്ലേ? പിന്നെ അവള് എപ്പോഴാണ് അവളാകുന്നത്? അവൾക്ക് വേണ്ടി അവൾ എപ്പം ജീവിക്കുന്നു എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. സ്ത്രീകള് ഒരിക്കലും നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല അല്ലേ എന്ന് നമുക്ക് തോന്നലുണ്ടാവില്ലേ? നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമുക്കൊരു വാല്യൂ കൊടുക്കുക, ഒരു സെൽഫ് റെസ്പെക്ട് കൊടുക്കുക. പിന്നെ എല്ലാ പുരുഷന്റെയും വിജയം ഒരു സ്ത്രീയാണ്. ഏതൊരു പുരുഷന്റെ വിജയത്തിനും ഒരു സ്ത്രീ കാണും അല്ലേ? ഒരു പുരുഷന് ധൈര്യമായി പോയി അവന്റെ സങ്കടം പറയാൻ പറ്റുന്ന രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് അവന്റെ ഉമ്മ, മറ്റൊന്ന് ഭാര്യ അല്ലേ? ഒരു പുരുഷൻ ഒരു സമൂഹത്തിന് നല്ലതാകുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ ഭാര്യ അവനെ പറ്റി മറ്റുള്ളവർക്ക് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചാണ്. നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു നടക്കും. നാട്ടുകാരുടെ മുന്നിൽ ചില ഭർത്താക്കന്മാര് നല്ല മഹാന്മാരാ, പക്ഷെ ഭാര്യ പറയുന്നതോ ഒട്ടും നല്ല കാര്യങ്ങളല്ല, മോശമായിട്ടുള്ള കാര്യങ്ങൾ. അന്നെങ്കിൽ അവൻ ഒരു നല്ല ഭർത്താവല്ല, നല്ല പുരുഷനല്ല എന്ന് ഉറപ്പിച്ചോ. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി ജീവിക്കുക. ഭർത്താവ് നമ്മുടെ അടുത്ത് മിണ്ടുന്നില്ല എങ്കിൽ, അവന് നമ്മളോട് സ്നേഹമില്ല എങ്കിൽ വേണ്ട, തിരിച്ചും അതുപോലെ തന്നെ. സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നമ്മൾ നമ്മുടെ മക്കളെ നോക്കി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക. എന്ന് വെച്ചാൽ നല്ലതുപോലെ നോക്കി മാസം മക്കളുടെ കാര്യങ്ങളും ഭർത്താവിന്റെ ഭാര്യയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നോക്കി എല്ലാം നോക്കി നടത്തുന്ന ഒരാള് എന്തോ ഒരു നിസ്സാര പ്രശ്നത്തിന് വേണ്ടി, ഭാര്യയും ഭർത്താവും ചെറിയ നിസ്സാര പ്രശ്നം സംഭവിച്ച് പിണങ്ങി നിന്നാൽ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഭർത്താവിന് നമ്മളോട് മടുപ്പ് തോന്നി തുടങ്ങുന്ന സമയങ്ങളുണ്ട്. ചില ഭാര്യമാര് പറയുന്നത് കേൾക്കാം, എന്റെ ഭർത്താവിന് എന്നോടിപ്പം മടുപ്പാണ്, കല്യാണം കഴിഞ്ഞ ഒരു 6-7 വർഷമായി, പക്ഷെ എന്നെ ഇപ്പം കണ്ടുകൂടാ, എന്നെ മക്കളും കണ്ടുകൂടാ അയാൾക്ക്, എന്താണെന്നറിയില്ല. അങ്ങനെയുള്ള ഭാര്യമാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മക്കളെയും ഭാര്യയെയും നോക്കും സൗന്ദര്യ പിണക്കം കൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിക്കാനല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഇന്ന് പോയി മിണ്ടിയ പിറ്റേന്ന് ഭർത്താവ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനല്ല, എന്നെയും എൻ്റെ മക്കളെയും വേണ്ട, എൻ്റെ അടുത്ത് മിണ്ടിയിട്ട് മാസങ്ങളായി, എന്നെ ഒന്ന് നോക്കിയിട്ട് മാസങ്ങളായി എന്നൊക്കെയുള്ള ഭാര്യമാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. നമ്മളോട് മിണ്ടുന്നില്ലെങ്കിലും മിണ്ടണ്ട, ഞാനായി ജീവിക്കുക, എൻ്റെ ആഗ്രഹങ്ങൾക്ക് ജീവിക്കുക, എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല അനുഗ്രഹവും ഐശ്വര്യവും ബർക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.